ഗൈസ്, മലയാളത്തിലെ യുവനടൻ സംഗീത് പ്രദീപ് നായകനായിട്ട് വന്ന പടക്കളം സിനിമ ഒട്ടുമിക്ക എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ? അഥവാ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ സിനിമ കാണാത്തവർക്ക് സ്പോയിലർ ആയിരിക്കും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വരെ ഞാൻ ഈ ഒരു നടനെ കുറിച്ച് അങ്ങനെയൊന്നും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഒറ്റ സിനിമ കൊണ്ട് ഫാനാക്കി കളഞ്ഞു എന്നെല്ലാം പറയില്ലേ, അതാണ് ഇവിടെ സംഭവിച്ചത്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് സംഗീത് പ്രദീപ് ലീഡ് റോളിൽ എത്തുന്ന സിനിമയാണിത്. ആദ്യം തന്നെ ഈ ഒരു സിനിമ ഞാൻ കാണാനും അതിനെക്കുറിച്ച് സംസാരിക്കാനുമുള്ള പ്രധാന കാരണം പറയാം. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ ചാനലിൽ ഒരു കമ്മ്യൂണിറ്റി പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മലയാളത്തിലെ യുവനടൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഏകദേശം 2.5 ലക്ഷത്തിലധികം ആൾക്കാർ വോട്ട് ചെയ്ത ആ ഒരു പോളിന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും നെസ്ലിന് തന്നെയാണ്. പക്ഷേ അതിന്റെ കമന്റ് ബോക്സ് മൊത്തമായിട്ട് അങ്ങ് അടക്കി ഭരിച്ചത് എന്നൊക്കെ പറയാവുന്നത് സംഗീത് പ്രദീപിന്റെ പേരുകളായിരുന്നു. പടക്കളം സിനിമ കണ്ടവര് സംഗീത് പ്രദീപിന് മാത്രമേ വോട്ട് കൊടുക്കുള്ളൂ എന്നാണ് അതിൽ പറഞ്ഞിട്ടുണ്ടായത്. പക്ഷേ ആളുകൾ ഇത്രയധികം ആ ഒരു സിനിമയെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പം എനിക്ക് ആ ഒരു പടം കാണാനുള്ള ഇൻട്രസ്റ്റ് വലിയ രീതിയിൽ കൂടിയെന്ന് വേണം പറയാൻ. സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ കണ്ടു ഞെട്ടി, അത്രയേ ഉള്ളൂ. സിനിമയുടെ കൺസെപ്റ്റ്, മേക്കിംഗ്, സ്റ്റോറി, ഓരോ ആൾക്കാരുടെ അഭിനയമായാലും എല്ലാം ഒന്നിനൊന്ന് മെച്ചെന്ന് വേണം പറയാൻ. ഞാൻ ഈ ഒരു പടം കണ്ടതിന് ശേഷമാണ് ആലപ്പുഴ ജിംഖാന OTTയിൽ കണ്ടത്. ആ ഒരു സിനിമയിലായാലും ഈ ഒരു നടന്റെ ഓവറോൾ പെർഫോമൻസ് കിടിലനായിട്ടുണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. ആസ് എ പെർഫോമർ എന്നുള്ള രീതിയിൽ ഈ ഒരു സിനിമയിൽ ചങ്ങായി കിടിലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ തിയേറ്റർ റിലീസായിട്ട് വന്ന ഈ ഒരു സിനിമയ്ക്ക് അർഹിച്ച വിജയം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. എന്തിനേറെ ഞാൻ ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം പേരും ഈ ഒരു സിനിമ OTTയിലാണ് കണ്ടത്. ഞാൻ അവസാനമായിട്ട് തിയേറ്ററിൽ പോയിട്ട് കണ്ട സിനിമ നമ്മുടെ മോഹൻലാൽ നായകനായ തുടരും എന്ന സിനിമയാണ്. പക്ഷേ ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കിടിലൻ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഞാൻ മിസ്സാക്കി എന്നേ പറയാൻ പറ്റുള്ളൂ. പടക്കളം എന്ന ഈ ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പം ഇതേ സെയിം കൺസെപ്റ്റിൽ റിലീസായ മറ്റൊരു സിനിമ നമ്മുടെ മലയാളത്തിൽ ഇതിനു മുമ്പ് റിലീസായിട്ടുണ്ട്. നമ്മൾ ഒട്ടുമിക്ക എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു സിനിമയാണത്. അതെ, നമ്മുടെ 2014 റിലീസായ ഇതിഹാസ. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഷൈം ടോം ചാക്കോ ആണ് ആ ഒരു പടത്തിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. ഞാൻ ആ ഒരു ടൈമിലൊക്കെ വലിയ രീതിയിൽ ഇൻട്രസ്റ്റോടെ കണ്ട ഒരു സിനിമയാണത്. പറഞ്ഞ 2 സിനിമകളിലെയും മെയിൻ കൺസെപ്റ്റ് ആയിട്ട് വരുന്നത് ബോഡി സ്വാപ്പിംഗ് ആണ്. ഇവിടെ പടക്കളം സിനിമയിൽ ബോഡി സ്വാപ്പിംഗ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ സ്വാപ്പ് ആവുന്നത് അവരുടെ ബോഡിയല്ല, പകരം അവരുടെ ആത്മാവാണ് പരസ്പരം ട്രാൻസ്ഫർ ആവുന്നത്. പക്ഷേ ഇതിഹാസ സിനിമയിൽ പ്രോപ്പർ ബോഡി സ്വാപ്പിംഗ് ആണ് നടക്കുന്നത്. പക്ഷേ പടക്കളം സിനിമയിലേക്ക് വരുവാണെങ്കിൽ ആ ഒരു സംഭവത്തെ വിശേഷിപ്പിക്കുന്ന പേരാണ് പരകായ പ്രവേശം. ഈ പറഞ്ഞ പരകായ പ്രവേശം എന്നുള്ള കാര്യത്തിന് ഒരു പ്രോപ്പർ ഉദാഹരണം കൊടുക്കുവാണെങ്കിൽ 2005 റിലീസായ അനന്തഭദ്രം എന്ന സിനിമ. എൻ്റെ അളിയ, ഈ ഒരു സിനിമയെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എന്താ പറയണ്ടേ? ആ പടം കണ്ടവർക്കറിയാം ആ സിനിമയുടെ റേഞ്ച് അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. മനോജ് K ജയൻ എന്ന നടൻ ഒന്നടങ്കം മഴിഞ്ഞാടിയ പടം എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ആ ഒരു പടത്തില് മനോജ് K ജയന്റെ സ്ഥാനത്ത് മറ്റൊരു നടനെ നമുക്ക് സങ്കല്പിക്കാൻ കൂടി പറ്റൂല. ഏതായാലും ആ ഒരു പടത്തിലെ മനോജ് K ജയന്റെ ആക്ടിങ്ങിനെ ഇൻസ്പയർ ചെയ്തിട്ട് 2010 മമ്മൂട്ടി നായകനായ ദ്രോണ എന്ന സിനിമയുടെ ക്ലൈമാക്സ് രംഗങ്ങൾ ഒട്ടുമിക്ക എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ? അനന്തഭദ്രത്തിലെ പോലെ ചെയ്യാൻ നോക്കിയിട്ട് ഉണ്ടാക്കി വെച്ച കാട്ടിക്കൂട്ടലിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും അനന്തഭദ്രം എന്നെല്ലാം പറയുന്നത് എന്തൊരു സിനിമ അല്ലേ? മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കൾട്ട് ക്ലാസിക് മൂവി എന്ന് തന്നെ നമുക്ക് ഈ ഒരു പടത്തെ വിശേഷിപ്പിക്കാം. ഏതായാലും പരകായ പ്രവേശത്തിനെ കുറിച്ചല്ലേ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പരകായ പ്രവേശത്തിനെ കുറിച്ച് ഈ ഒരു സിനിമയിൽ ക്ലിയർ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. കഥയിലെ നായകനായ നമ്മുടെ പൃഥ്വിരാജിനെ ഇത്തരത്തിലുള്ള പരകായ പ്രവേശത്തിലൂടെയാണ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ പടക്കളം സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ഒരു പ്രോപ്പർ പരകായ പ്രവേശമല്ല. ഈ ഹിന്ദു റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള പല ഗ്രന്ഥങ്ങളിലും ഈ പരകായ പ്രവേശത്തിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് നമുക്ക് പരകായ പ്രവേശത്തിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. വീട്ടിൽ എൻ്റെ പിതാവിൻ്റെ ലൈബ്രറിയിലേക്ക് കയറിയിട്ട് പരകായ പ്രവേശവുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങൾ ഞാൻ തപ്പി. അപ്പോഴെൻ്റെ പിതാവ് തന്നെയാണ് പറഞ്ഞത് അഥർവവേദത്തിൽ ഇത്തരത്തിൽ പരകായ പ്രവേശത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ 4 വേദങ്ങളിൽ ഒന്നായ അഥർവവേദം തപ്പി കണ്ടുപിടിച്ച് അതിൽ ഞാൻ പരകായ പ്രവേശത്തെക്കുറിച്ച് ഡീപ്പായിട്ടൊന്ന് സെർച്ച് ചെയ്തു. എന്നേരാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. നമ്മൾ ഈ അനന്തഭദ്രം സിനിമയിൽ കണ്ടതും ഒരു പ്രോപ്പർ പരകായ പ്രവേശമല്ല. ഉദാഹരണത്തിന്, ജീവനുള്ള ഒരു ശരീരത്തിനുള്ളിലേക്ക് മറ്റൊരാത്മാവിന് കയറാൻ സാധിക്കില്ല. അതായത് ഒരാത്മാവിന് വസിക്കാൻ വേണ്ടിയിട്ട് ഒരു ശരീരം അത് അത്യാവശ്യമാണ്. അതിപ്പം മനുഷ്യന്റെ ശരീരമായാലോ മൃഗത്തിന്റെ ആയാലോ ഏതായാലും കുഴപ്പമില്ല. കൂടുവിട്ട് കൂടുമാറല്ലെന്നൊക്കെ നമുക്ക് ഈ പരകായ പ്രവേശത്തെ വിശേഷിപ്പിക്കാം. ഇവിടെ അനന്തഭദ്രം എന്ന സിനിമയിൽ കാണിച്ചിരിക്കുന്നത് തെറ്റാണ് എന്ന് പറയാൻ കാരണം ഒരു ശരീരത്തിൽ ഒരിക്കലും 2 ആത്മാക്കൾക്ക് നിലനിൽക്കാൻ പറ്റൂല. ഉദാഹരണത്തിന് ഇപ്പൊ പൃഥ്വിരാജിന്റെ ആത്മാവ് പൃഥ്വിരാജിന്റെ ശരീരത്തിൽ നിൽക്കുന്നിടത്തോളം കാലം ദിഗംബരന്റെ ആത്മാവിന് പൃഥ്വിരാജിന്റെ ശരീരത്തിലേക്ക് കയറാൻ സാധിക്കില്ല. അങ്ങനെ പൃഥ്വിരാജിന്റെ ശരീരത്തിലേക്ക് ദിഗംബരനെ
കയറണമെങ്കിൽ പൃഥ്വിരാജ് എന്ന വ്യക്തി മരണപ്പെടണം. മരണപ്പെട്ട് കഴിഞ്ഞാൽ പൃഥ്വിരാജിന്റെ ആത്മാവ് ആ ഒരു ശരീരം വിട്ടു പോകും. അങ്ങനെ ഒരു വ്യക്തി മരണപ്പെട്ട് അവരുടെ ശരീരത്തിൽ ആത്മാവില്ലാത്ത അവസ്ഥയിൽ മാത്രമേ പരകായ പ്രവേശം സാധ്യമാകൂ എന്നാണ് അഥർവവേദം പറയുന്നത്. ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഥവാ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് അടിച്ച് കേട്ടാൽ മതി കേട്ടാ. ഞാൻ ഇത്രയും നേരം ഈ പുരാണം പറഞ്ഞത് അത് ഈ സിനിമയായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് കേട്ടാ. ഈ പറഞ്ഞ പരകായ പ്രവേശമായിട്ട് അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ നമ്മുടെ മലയാളത്തിൽ മുമ്പ് വന്നിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് ആ ഒരു പടം പണ്ട് കണ്ടിന്യൂ എന്ന് എനിക്കറിയില്ല. നമ്മുടെ മോഹൻലാൽ ആ ഒരു പടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ സിനിമയിലെ പ്രധാന നായകനായിട്ട് വരുന്നത് റഹ്മാനാണ്. ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ സിനിമ ഏതാണെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അതെ, 1986 റിലീസായ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന സിനിമ. കാലൻ ആള് മാറിയിട്ട് നമ്മുടെ റഹ്മാനെ കൊണ്ടുപോകും. പക്ഷേ നമ്മുടെ റഹ്മാന്റെ ആയുസ് തീരാത്തോണ്ട് തന്നെ പെട്ടെന്ന് മരിച്ച ഏതെങ്കിലും ഒരാളുടെ ശരീരത്തിലേക്ക് നമ്മുടെ റഹ്മാന്റെ ആത്മാവ് കയറും. മരിച്ച ഒരു വ്യക്തിയുടെ ശരീരത്തിലോട്ട് കയറുന്നോണ്ട് തന്നെ അത് പരകായ പ്രവേശമായിട്ട് അത്യാവശ്യം സിമിലർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു പടത്തില് ഒരുപാട് മരിച്ച ആൾക്കാരുടെ ശരീരത്തിലേക്ക് നമ്മുടെ റഹ്മാൻ കയറുന്നുണ്ട്. ആ മരണപ്പെട്ടവരിൽ ഒരാളുടെ ശരീരം നമ്മുടെ മോഹൻലാലിന്റെയാണ്. അതായത് മോഹൻലാൽ ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, പക്ഷെ മോഹൻലാലിന്റെ ശരീരത്തിലുള്ളത് റഹ്മാനാണ്. ഈ പടം കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കണ്ടു നോക്കേണ്ട ഒരു സിനിമയാണിത്. അപ്പം കാര്യങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും പടക്കളം സിനിമയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. ഇത്തരത്തിലുള്ള സിനിമകൾ പൊതുവേ മലയാളത്തിൽ വരുന്നത് കുറവാണ്. പിന്നെ എപ്പോഴെങ്കിലും ആയിട്ട് ഇങ്ങനത്തെ സിനിമകളൊക്കെ വരുമെങ്കിലും ആ വരുന്ന സിനിമ കിഡില്ലനായിരിക്കും. പക്ഷേ നേരെ തെലുങ്ക് ഇൻഡസ്ട്രിയിലേക്ക് വരുവാണെങ്കിൽ ഇതുപോലത്തെ കണ്ടമാനം പടങ്ങൾ തെലുങ്കിലുണ്ടാവും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ചില സിനിമകളൊക്കെ നൈസ് ആയിരിക്കും. പക്ഷേ മിക്ക സിനിമകളും അൾട്രാ അപരാധങ്ങളാവാറാണ് സാധ്യത. എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് മലയാള സിനിമയിൽ സന്ദീപ് പ്രദീപ് എന്ന നടന് കിടിലനായിട്ടുള്ള ചാൻസുകൾ കിട്ടും എന്നുള്ളത് ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുവരെയായിട്ട് 5 സിനിമകളിൽ മാത്രമേ സന്ദീപ് പ്രദീപ് അഭിനയിച്ചിട്ടുള്ളൂ. 18-ാം പടി എന്ന സിനിമയിലൂടെയാണ് സന്ദീപ് പ്രദീപ് മലയാള സിനിമയിലേക്ക് ആദ്യമായി കടന്നു വരുന്നത്. പക്ഷേ ഈ ഒരു നടനെ ആൾക്കാർ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ബേസിൽ ജോസഫ് നായകനായ ഫേലമി എന്ന സിനിമയിലൂടെയാണ് എന്നുള്ളതാണ് സത്യം. പക്ഷേ പടക്കളം ഇത് സന്ദീപ് പ്രദീപിന്റെ ഒരു കരിയർ ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു സിനിമയാണെന്ന് തന്നെ നമുക്ക് പറയാം. മിക്കവാറും ഇനി അങ്ങോട്ട് ഈ ഒരു നടന്റെ റേഞ്ച് മാറും. നസ്ലിനെ പോലെ തന്നെ മലയാളത്തിലെ മികച്ചൊരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരു നടനായിട്ട് മാറാനുള്ള എല്ലാ യോഗ്യതയും സന്ദീപ് പ്രദീപിനുണ്ട്. പക്ഷേ നസ്ലിനൊക്കെ ഏകദേശം എല്ലാ സിനിമകളിലും ഒരേ ശൈലിയിലുള്ള ആക്ടിംഗ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ സന്ദീപിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ആലപ്പുഴ ജിംഖാന എന്ന സിനിമയിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അഭിനയമാണ് പടക്കളത്തിലേത്. ആ ഒരു ട്രാൻസ്ഫർമേഷൻ സീനൊക്കെ കിഡിലനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ പടം കണ്ടവർക്കറിയാം നല്ലൊരു ഫ്യൂച്ചറുള്ള നടനാണിത്. ഈ നടനെ കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ ലെങ്ത് ഇഷ്യൂസ് കാരണമാണ് ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കിയത്. ഏതായാലും ഓവറോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് 3-4 ദിവസം കഴിഞ്ഞിട്ട് കാണാം. അതുവരേക്കും ടാറ്റ.